ഹായ്, ഇതെൻ്റെ മൂന്നാമത്തെ വീഡിയോ ഉണ്ടോ. ഞാൻ വർക്ക് കഴിഞ്ഞ് വന്നു. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് സപ്ലൈക്കോയുടെ അവിടെയാണ് കേട്ടോ. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് ഫാമിലിയായിട്ട് വന്നതാണ്. അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങണ മുതൽ നമുക്ക് കാണാം. ഞാൻ വന്നപ്പോഴേക്കും അവരൊക്കെ റെഡിയായി നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഫ്രഷായി റെഡിയായിട്ട് സപ്ലൈക്കോയിലേക്ക് പോകാൻ പോകാം കേട്ടോ. വീട്ടിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങി. അങ്ങനെ സാധനങ്ങൾ വാങ്ങിക്കാനുള്ള സഞ്ചിയും മില്ലിൽ കൊടുക്കാനുള്ള ഗോതമ്പൊക്കെ ആയിട്ട് ഞങ്ങൾ ഇറങ്ങി കേട്ടോ. ഞാൻ എൻ്റെ വീടൊക്കെ ലോക്ക് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ അവർ ജസ്റ്റ് ഫോട്ടോ എടുക്കാൻ വേണ്ടി പോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവർ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ കൂട്ടത്തിൽ ഞാനും ജസ്റ്റ് വീഡിയോസൊക്കെ എടുത്ത്. കഴിഞ്ഞ ദിവസം തൃപ്പൂണിത്തുറ പോയപ്പോൾ അവർക്ക് പുതിയ ഉടുപ്പ് മേടിച്ചാണ് കേട്ടോ. അപ്പോൾ അത് ഇട്ട കാരണം അവർ ജസ്റ്റ് ഫോട്ടോ എടുത്താണ്. അങ്ങനെ ഞങ്ങൾ ഓട്ടോയിൽ കയറി പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. പോണ വഴിക്ക് മുഖത്തേക്ക് സൂര്യൻ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഞങ്ങൾ ആ സൈഡിൽ കൂടി സൂര്യൻ്റെ ഒരു വ്യൂസും കൂടി എടുക്കാൻ പ്ലാൻ ചെയ്ത്. ഇത് റെയിൽവേ ട്രാക്കിൻ്റെ സൈഡിൽ കൂടി കേട്ടോ ഞങ്ങൾ വന്നുകൊണ്ടിരിക്കണത്. അപ്പോൾ നേരെ ഓപ്പോസിറ്റ് നോക്കിയിട്ടുണ്ടെങ്കിൽ കണ്ടോ ഭയങ്കര വെട്ടോട്ടോ, മുഖത്തിട്ട് അടിക്കണം. നമുക്ക് ജസ്റ്റ് ഷാഡോ പോലെ ഒന്ന് കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കറക്റ്റ് കണ്ണിട്ടാട്ടോ ലൈറ്റ് അടിച്ചുകൊണ്ടിരിക്കണത്. ഞാൻ ജസ്റ്റ് ഒന്ന് ലോ ലൈറ്റ് ആക്കി കാണിച്ചത് കണ്ട. ഇത് ഞങ്ങൾ വന്ന വരയുടെ തൊട്ട് ഓപ്പോസിറ്റ് വഴിയുള്ള ഒരു പാടം കേട്ടോ. കാരണം ഇപ്പുറേ കൂടി ഞങ്ങൾ വന്നത്. ഞങ്ങൾ ജസ്റ്റ് അപ്പുറത്തുനിന്ന് നേരത്തെ എടുത്ത് വെച്ചൊരു വീഡിയോ ഇട്ടെന്ന് മാത്രം കണ്ടോ. കുരിശുകളിലേക്ക് കാണാൻ പറ്റും. അതിൻ്റെ അപ്പുറം റെയിൽവേയുടെ വഴി കൂടി വന്നത്. ജസ്റ്റ് ഉണക്കി വെച്ച ഗോതമ്പ് ഉണക്കി ഫ്രഷാക്കി വെച്ചേക്കേട്ടോ. അത് നേരെ സാവിച്ചേൻ്റെ മില്ലിൽ കൊണ്ട് കൊടുത്ത് പോണ വഴിക്ക് കൊടുത്തിട്ടോ പോണത്. അപ്പോൾ അവിടെ വന്നുകൊണ്ട് ജസ്റ്റ് കയറി കുരിശുപള്ളിയിലൊക്കെ കയറി പ്രാർത്ഥിച്ചു. അപ്പം പൊടിപ്പിച്ച ഗോതമ്പ് പൊടി വന്ന വഴിക്ക് മേടിക്കാൻ പ്ലാൻ ചെയ്തിട്ട് ഞങ്ങൾ നേരെ സപ്ലൈക്കോയിലേക്ക് പോകണം കേട്ടോ. പോണ വഴിക്കാണെങ്കിൽ വേറൊരു ടാസ്ക് കൂടി കിട്ടിയിട്ടാ. ഗേറ്റ് എത്താറായപ്പോഴും അവിടെ എത്തിയപ്പോഴേക്കും ഗേറ്റ് ഇടാം. അങ്ങനെ കുറേ നേരം കിടക്കേണ്ടി വന്നിട്ടോ. ഒരു 10 മിനിറ്റിന് മേലെ കിടന്നെന്ന് തോന്നുന്നു. വൈകിട്ടായതുകൊണ്ട് നല്ല ട്രാഫിക്കും വന്നായിരുന്നു. അങ്ങനെ ഞങ്ങൾ സപ്ലൈക്കോയിൽ എത്തി കേട്ടോ. അപ്പോൾ അവിടെ എത്തി ഞങ്ങൾ സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി അകത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കാഞ്ഞിരമറ്റത്തുള്ള സപ്ലൈക്കോയിലാട്ടോ വന്നേക്കണേ. അപ്പോൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് അവർക്ക് ജസ്റ്റ് പുറത്തു കൂടെയൊക്കെ നടക്കണം കേട്ടോ. അപ്പോൾ അവർ എൻ്റെ ഒരു അകത്തുണ്ട് സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ടിരിക്കണേ. സംഭവമൊക്കെ മേടിച്ച് തീരാറായിട്ടുണ്ട് ആവറേജ്. അവർ പിള്ളേർ പുറത്തു കൂടി വെറുതെ നടക്കണമായിരുന്നു അതുപോലെ. അപ്പോൾ സാധനങ്ങളൊക്കെ മേടിച്ച് സഞ്ചിയിലേക്ക് പെറുക്കിടാൻ വേണ്ടി രണ്ടുപേരും ഭയങ്കര ഇൻട്രസ്റ്റ് ആട്ടോ. അങ്ങനെ സാധനങ്ങളെല്ലാം സഞ്ചിയിലാക്കി കഴിഞ്ഞ് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പോരാൻ പോകട്ടോ. അങ്ങനെ വന്നവർക്ക് വീട്ടിൽ കയറി ജസ്റ്റ് ഫിഷിനെയൊക്കെ ഒന്ന് കണ്ട് അവിടെ ഞങ്ങൾ ഇറങ്ങി. പിന്നെ വന്നവർക്ക് കുറച്ച് കടകളിലൊക്കെ കയറാനുണ്ടായി. അങ്ങനെ അവിടെ നിന്ന് വന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഇനി നേരെ വീട്ടിലേക്കാണ് വെച്ച് പിടിച്ചുകൊണ്ടിരിക്കണത്. അപ്പോൾ ഇനി 2-3 കടയിലും കൂടി കയറിയാൽ സെറ്റായി. അങ്ങനെ ഞങ്ങൾ കടകളിലൊക്കെ കയറി ഷോപ്പിങ്ങൊക്കെ ചെയ്ത് എല്ലാ സംഭവം കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകാൻ പോവുക കേട്ടോ. അങ്ങനെ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞ് പിന്നെ അടുത്തൊരു വീഡിയോയുമായി അടുത്തൊരു ദിവസം വരാം. അതുവരെയും ബൈ.